Hello guys, welcome back to my channel Mysteriour Calistra. Guys, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്ന iPhone 12 Pro Max ആണ്. ഈ വീഡിയോ നിങ്ങളും കാണുന്നത് കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കേ, നിങ്ങൾ iPhone 12 Pro Max ന്റെ റിവ്യൂ ആണ്. നമുക്ക് അധികം വൈകാതെ അങ്ങോട്ട് നിങ്ങൾ ഇത് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ enable the bell icon to know when I update. So subscribe my channel. Let's go. Hello guys, welcome back to my channel. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് iPhone 12 Pro Maxൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് iPhone 12 Pro Maxൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാമോ? നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ iPhone 12 Pro Maxൻ്റെ ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന iPhone 12 Pro Max ആണ്. ഞാൻ നേരത്തെ iPhone 12 Pro Maxൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തായിരുന്നു. വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഇതാണ് നമ്മുടെ iPhone 12 Pro Max. ഞാൻ ഇത് എടുത്തിരിക്കുന്ന ഗോൾഡിൻ്റെ 256GB വേരിയൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാം. iPhone 12 Pro Max ആണ്. iPhone 12 Pro Maxൻ്റെ റിവ്യൂ ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഗൈസ്, ഇതിനെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറേ ഇവിടെ നന്നായിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. പിന്നെ വേറെ മെയിനായിട്ട് എടുത്ത് പറയുവാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ച് സ്ക്രീനാണ്. ഐഫോണിൽ ഫസ്റ്റ് ആയിട്ട് ഇറക്കുന്ന സ്ക്രീൻ സൈസ് ഇതാണ്. iPhone 12 Pro Max ആണ് ഇതുവരെ ഐഫോൺ ഇറക്കിലേക്ക് ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇറങ്ങിയപ്പോൾ iPhone 12 സീരീസ് എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. iPhone 12, iPhone 12 Pro, iPhone 12 Pro മിനി, അതല്ല പ്രോ അല്ല, iPhone 12 മിനി, പിന്നെ iPhone 12 Pro Max. ഇതുപോലെ 4 വേരിയന്റിലാണ് നമ്മുടെ iPhone 12 സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന് iPhone 12 Pro Maxും 4 കളേഴ്സിലാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡ്, വൈറ്റ്, പിന്നെ വേറെ പസഫിക് ബ്ലൂ ആണ് ഇതിൻ്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 11 Pro Max 11 Proയിലൊക്കെ ആണെങ്കിൽ അത് സ്പേസ് ഗ്രേ, ആ ഒരു ടൈപ്പ്, അതിന് ബന്ധമായിട്ടുള്ള ഒരു കളറാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് സൂപ്പർ റെറ്റിന സ്ക്രീനാണ്. സൂപ്പർ റെറ്റിന OLED സ്ക്രീനാണ്. അതുകൊണ്ട് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഒക്കെ ഐഫോൺ പറയുമെങ്കിലും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബോക്സും ആണെങ്കിൽ ചെറുതായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവർ നേരത്തെ കാലം നന്നായിട്ട് ചെറുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അഡാപ്റ്റർ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് അഡാപ്റ്റർ നമുക്ക് പ്രത്യേകിച്ചായിട്ട് പർച്ചേസ് ചെയ്യണം. ഇത് ഞാൻ ഇവിടെ വാങ്ങിച്ചപ്പോൾ ഒരു 2000 രൂപ അടുപ്പിച്ച് വിലയായി ഈ ഒരു അഡാപ്റ്റർ പ്രത്യേകിച്ച് വാങ്ങാൻ വേണ്ടി. പിന്നെ ഞാൻ ഇതിൻ്റെ കവറിൻ്റെയും പിന്നെ ഐഫോണിൻ്റെ XS Maxൻ്റെ കവറിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. അത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇതിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഇവിടെ iPhone 12 Pro Maxൻ്റെ iPhone XS Maxൻ്റെ കവർ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നും. നമുക്കിവിടെ വയറിങ് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ തോന്നും ഇതിൻ്റെ ഒരു പകുതിക്ക് ഇത്തിരി കൂടുതലുണ്ട് ഇതെന്ന് പറയുന്നത്. ഇപ്പം പിന്നെ ഞാൻ ഇതിവിടെ താഴെ വയ്ക്കുകയാണ്. നമുക്കിതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഈ iPhone 12 Pro Maxൻ്റെ എന്ന് പറയുമ്പോൾ കവറിന്ന് അവർ ചെറുതിങ്ങനെ കംപ്രസ് ചെയ്ത് കുറച്ചതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വെറും സില്ലി റീസൺസ് ഉണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അഡാപ്റ്റർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് 2000 രൂപ എങ്ങനെ പോലും നമ്മൾ അതിന് ചിലവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ iPhone XS Maxൻ്റെ കൂടെ iPhone 11 Pro Maxൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെച്ചാൽ നമ്മുടെ ഈ അഡാപ്റ്റർ അതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എയർപോഡ്സ് അല്ല, നമ്മുടെ ഇയർഫോൺസ് തന്നെ നമുക്ക് ഇതിൽ രണ്ടും ഇതിൽ കിട്ടുന്നില്ല.
അതാണ് ഇതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ വേറെ നമുക്കിതിൻ്റെ ഐഫോൺ 12 Pro Maxൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കാം. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഐഫോൺ 12 Pro Maxലാണ്. ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. പിന്നെ നമുക്ക് ഓരോരോ രീതിയിൽ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 2.5 ഇവിടെ സൂമാണ്. ഇനി നമുക്ക് 1 ഇടാം, 1x ഇടാം. പിന്നെ അതുപോലെ തന്നെ 0.5 സൂം ഇടാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്ന 1xലാണ്. നമുക്ക് ചുറ്റോടെ കാണാൻ തോന്നും. ചുറ്റോടൊക്കെ കാണാൻ തോന്നുന്നു. ഇവിടെ നേരത്തെ അടുത്ത വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത ഈ ക്യാമറയാണ്. ഈ ക്യാമറ പേര് സോണി A6000 എന്നാണ്. പിന്നെ നമുക്ക് നമുക്കിനി 0.5 വീഡിയോ നോക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്ന 0.5 ആണ്. 0.5x ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സറൗണ്ടിങ്സ് കാണിച്ചു തരാം. അങ്ങോട്ട് പോകാം. ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വ്ളോഗിലേക്കുള്ള അലനാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളും ഞാനിവിടെയുള്ള കുറച്ച് വീഡിയോസ് ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ ആണ്. അല്ല, ബാക്ക് ക്യാമറ. നമുക്ക് ഇനി സെൽഫി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസും. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഐഫോൺ 12 Pro Maxലാണ്. കേസ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ക്വാളിറ്റി കാണാൻ തോന്നുന്നു. ഇവിടെ നല്ല വെയിലാണ്. ഇപ്പോൾ ഇവിടെ ക്വാളിറ്റി കാണാൻ തോന്നുന്നു. Maxലാണ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇങ്ങനെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അധികം വൈകാതെ വീട്ടിലോട്ട് പോകും. ഇതുപോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ enable the bell icon to know us another updates. And just one more thing, follow me on Instagram to know us nothing but follow me on Instagram. Okay, see you. Bye. Tell me pretty lies, look me in the face, tell me that you love me even if it's fake. With